ഹലോ, വെൽക്കം ടു രൂപാസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്തെന്ന് വെച്ചാൽ കാരസേവാണ്. നമുക്കൊരു 10 മിനിറ്റ് മതി അത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. കുറച്ച് കടലമാവും അതേപോലെ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ വെളുത്തുള്ളി, പിന്നെ കായപ്പൊടി, പിന്നെ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്, ജീരകപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അത് നല്ലൊരു ഫ്ലേവറും ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്സർ കടയിലും ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുമല്ലോ കാരസേവ്, മധുരസേവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കാരസേവാണ്. അതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നമുക്ക് കിച്ചണിലോട്ട് പോയി നോക്കാം. അപ്പം നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്സ് കാരസേവ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് കടലമാവ് 1 കപ്പ് ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. വളരെ ഈസിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ജീരകം വന്നിട്ട് 1/2 സ്പൂൺ ക്രഷ് ചെയ്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ പൊടിച്ച് വെച്ചിരുന്നതാണ്, തീരെ പൊടിയായിട്ടില്ല. അതിട്ട് കൊടുക്കുകയാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ജീരകം എടുത്തിട്ട് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. ഓക്കെ, നല്ല പൊടിയണമെന്നൊന്നുമില്ല. അതുപോലെ തന്നെ പെപ്പർ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നേ. അതും ഇതുപോലെ നല്ല പൊടിയണമെന്നില്ല, ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇതിപ്പോൾ പൊടിയാണ്. ഞാൻ പൊടി ഉദ്ദേശം എന്ന് വെച്ചാൽ പൊടിയാകുമ്പോൾ കുട്ടികളൊക്കെ കഴിക്കുമ്പോഴേ ആ തരിയൊന്നും കിട്ടത്തില്ല, കഴിച്ചോളും. മറ്റേതാകുമ്പോൾ അവരവിടെ തരി വന്നിട്ട് എരിയുമ്പോൾ അവരത് തുപ്പിക്കളയും. ഇതാ 1 സ്പൂൺ മുളക് പൊടി. ഓക്കെ, എന്നിട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വെളുത്തുള്ളി ചതച്ചതാണ് ഇടേണ്ടത് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കിട്ടും വെളുത്തുള്ളി ചതച്ചിട്ട് കൊടുത്താൽ. ഞാനിപ്പോൾ 1 ടീസ്പൂൺ എടുക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാം, നിർബന്ധമില്ല, ഓപ്ഷണലാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും നല്ലൊരു മണവും ഒക്കെ ആയിരിക്കും. അതിനുവേണ്ടി ഈ വെളുത്തുള്ളി അതേപോലെ നമ്മൾ തോലൊക്കെ എടുത്തിട്ട് ചതച്ചിട്ടും ചേർക്കാം. ചതച്ചാൽ തീരെ തരിതരിയായിട്ട് ചേർക്കരുത്, നല്ല രീതിയിലൊന്ന് ചതച്ച്. ഞാനിപ്പോൾ 5-6 അല്ലി വെളുത്തുള്ളി എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്താണിത് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് വന്നിട്ട് ഒരു 3/4 ടീസ്പൂൺ ഇടാം കേട്ടോ. വേണമെങ്കിൽ പിന്നെ ഇട്ടോളാം. ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ വന്നിട്ട് ഇതിൽ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കണം കേട്ടോ. ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നു. അപ്പം നമ്മൾ ഇതിലെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മളിത് ഉണ്ടാക്കാനായിട്ട് ഓയിൽ ചൂടാക്കി വെക്കുമല്ലോ, അതിലൊരു 1 ടേബിൾ സ്പൂൺ ഓയിൽ ഇതിൽ ചേർത്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളിത് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1/4 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. കുഴച്ചെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഓമം ഇടുന്നവരുണ്ട്. ഇതിൽ ഓമം എന്ന് വെച്ചാൽ അയമോദകം, അത് ചേർക്കുന്നവരുണ്ട്. നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, എല്ലാ വീട്ടിലും എപ്പോഴും അതൊന്നും കാണത്തില്ല. അത് മാത്രമല്ല ചിലർക്ക് ആ മണം ഇഷ്ടമായിരിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാനത് ചേർക്കാത്തത്. അപ്പം നമ്മൾ ഈ വെളുത്തുള്ളി, ജീരകത്തിൻ്റെ, കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ഫ്ലേവറായിരിക്കും. കുറച്ച് വെള്ളം തളിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയുടെ മാവ് കുഴയ്ക്കുമല്ലോ, അതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇത് കുഴയ്ക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ കൈ കഴുകിയിട്ട് കുഴയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ശകലം നെയ്യോ എന്തെങ്കിലും പുരട്ടിയിട്ട് അങ്ങനെയും കുഴയ്ക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് കുഴച്ചേക്കാം കേട്ടോ. എന്തെന്ന് വെച്ചാലേ നമ്മൾ സേവനാഴിയിൽ ഇടുമ്പോഴേ അത് ഫ്ലോ ആയിട്ടൊന്ന് വീഴണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ സേവനാഴിയിലുണ്ടല്ലോ, ഇതേപോലത്തെ 3 ദ്വാരമുള്ള ചില്ലുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് കുറച്ച് വലുതായിട്ടുള്ള, തീരെ ചെറുതായിട്ടുള്ളതാണെങ്കിൽ ശരിയാവത്തില്ല, കുറച്ചുകൂടെ വലുതായിട്ട് നമ്മൾ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കുന്നതിന് അടുത്തതായിട്ടൊരു ചില്ല് കിട്ടുമല്ലോ നമുക്ക്. ഈ സേവനാഴി വാങ്ങിക്കുമ്പോഴേ അങ്ങനെ ഒരു ചില്ല് കിട്ടും, അതിലും ചെയ്യാം കേട്ടോ. അതുകൊണ്ട് ഇതേപോലെ കുറച്ച് വലിയ ദ്വാരമായിരിക്കുമല്ലോ, അതിലും ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ
ഇത് നല്ലതാണ്. ഞാനിപ്പോൾ ഇതിലാണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ശരിക്കുള്ള അതിൻ്റെ ഷേപ്പ് കിട്ടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ബേക്കറിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാവോ, ഇതേപോലെ വലുതായിട്ടൊരു ഇതുപോലത്തെ ഒരു തവി കാണും. അതിൽ ഇങ്ങനെ ഈ മാവെടുത്ത് വെച്ചിട്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ, ഇങ്ങനെ മാവെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ അത് അടിയിൽ കൂടെ ഇങ്ങനെ വീഴും. അത് വന്നിട്ട് എണ്ണയിൽ വീഴുമ്പോൾ ആ എണ്ണയിലുള്ള ചൂട് മുഴുവനും നമ്മുടെ കയ്യിൽ കയറും. അതുകൊണ്ട് നമുക്കത് അങ്ങനത്തെ രീതി നമുക്ക് ശരിയാവത്തില്ല. നമ്മൾ കുറച്ച് കുറച്ച് ചെയ്യുന്നതല്ലേ. അപ്പോൾ കണ്ടോ, ഇതുപോലെ കണ്ടോ, ഇതുപോലെ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഇപ്പം നീളത്തിന് വരും. അപ്പോൾ അത് എണ്ണയിൽ ഇങ്ങനെ വീഴും. കണ്ടോ, ഇതുപോലെ വന്നോളൂ. അപ്പം നമുക്ക് അങ്ങനെ വേണ്ട. നമുക്കിപ്പോൾ വളരെ ഈസിയായ മെത്തേഡിൽ നമുക്കിപ്പോൾ എണ്ണയൊക്കെ ചൂടൊക്കെ കയ്യിൽ കൊള്ളുകയാണെങ്കിൽ നമുക്കൊന്നും പറ്റത്തില്ല അല്ലേ. അത് കാരണം നമുക്ക് സേവനാഴി തന്നെ ചെയ്യാം. ഓക്കെ, സേവനാഴിയിൽ എടുത്ത് വെച്ച് കൊടുക്കാം. നമ്മളെടുത്ത മാവ് ഒരു പ്രാവശ്യം വയ്ക്കാനേ ഉള്ളൂ കേട്ടോ, കുറച്ചേ ഉള്ളൂ. എന്നാലും ഒരു ഫാമിലിക്ക് ഒരു ചായക്കൊക്കെ കറക്റ്റായിരിക്കും. നമുക്കിതിനി അടച്ചെടുക്കാം. ഓക്കെ, അപ്പം ഞാനത് ഇതിൽ വെച്ച് പിന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചൂടാവുന്നുണ്ട്, അത് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഓയിൽ ചൂടാവുന്നുണ്ട്. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കാം. ഓയിൽ നല്ല രീതിയിൽ ചൂടാവണം കേട്ടോ. കയ്യിൽ ചൂടടിക്കാതെ സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. ഓയിൽ നമ്മളിങ്ങനെ ചുറ്റുമ്പോൾ ഇതുപോലെ ഓയില് ബബിൾസായിട്ട് വരണം. ഇത് ശരിക്കും ചൂടായതാണ്. മതി, നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ടൈപ്പ് ചെയ്തെടുക്കാം. ഈ ബബിൾസൊക്കെ അടങ്ങിയ ശേഷം മറിച്ചിടാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ മറുവശം കൂടെ നല്ല വെന്ത ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ മറിച്ച് തിരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ബബിൾസ് ഒന്ന് അടങ്ങിയ ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ബബിൾസൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്തതും കൂടെ നമുക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഞാൻ അതുപോലെ ബബിൾസ് അടങ്ങിയ ശേഷം ഇടയിൽ നിന്ന് മാറ്റാം കേട്ടോ. അപ്പം ഞാൻ അത് മുഴുവനും ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മളിങ്ങനെയാണ് പിന്നെ ചുറ്റിച്ചെടുത്തിട്ടെടുത്തത്. ഇനിയിപ്പോൾ നമ്മൾ ആ കാരസേവയുടെ അതേ ഷേപ്പിൽ പൊടിച്ചിടണം. ഓക്കെ, കണ്ടോ, ഇതുപോലെ എല്ലാം പൊടിക്കണം. അപ്പോഴേക്കും നമുക്ക് ആ ഷേപ്പിൽ തന്നെ കിട്ടും. അപ്പം എല്ലാം ഞാൻ പൊടിച്ചിടാം കേട്ടോ. അപ്പം ഞാനതെല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കറിവേപ്പില വറുത്ത് ചേർക്കണം. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണേ. ഓക്കെ, ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിഞ്ഞ് കിട്ടും. ഇത് നമ്മൾ അതിൻ്റെ കൂടെ ചേർക്കണം. ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഫ്ലെയിം ആവശ്യമില്ല അതിന്. എന്നിട്ട് പോലും കണ്ടോ സൗണ്ട് കേട്ടത്. അപ്പം നമ്മളിതെടുത്തിട്ട് അതിൻ്റെ കൂടെ ചേർക്കാം. ഞാനതിന് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. കറിവേപ്പില എല്ലായിടത്തും മിക്സ് ആകാൻ വേണ്ടിയാണ്. ഓക്കെ,
ഇപ്പോൾ കണ്ടോ, നമ്മുടെ ഈസി ആയിട്ടുള്ള ഒരു സ്നാക്സാണ്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എത്ര നീളം വേണോ അതുപോലെ നിങ്ങൾ പൊട്ടിച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു 10 മിനിറ്റ് മതി അല്ലേ, നമ്മുടെ കടലമാവും പച്ചരിയൊക്കെ ഉണ്ടെങ്കിലേ 10 മിനിറ്റ് മതി ഇത്രയും ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ശകലം ഞാൻ കുറച്ച് മാവല്ലേ എടുത്തോളൂ, കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ. താങ്ക് യു.